ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മൂകാംബിക ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ 2 വർഷത്തെ എൻ്റെ മൂകാംബിക ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മുടെ തമ്പുരു കുട്ടിയുടെ ഫസ്റ്റ് മൂകാംബിക ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതും കൂടെ നമ്മുടെ ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുവാണ്. അപ്പം അത് മാത്രമല്ല, പിന്നെ ഞാൻ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ ഫ്രണ്ടിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ നമുക്ക് ബാക്കി വീഡിയോ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ വർഷത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. ലാസ്റ്റ് ഇയർ നമ്മളെ സ്റ്റുഡൻസ് എല്ലാവരും ഇല്ലായിരുന്നു, കുറച്ച് പേരൊക്കെ ഇൻഡിവിജ്വലി ആണ് വന്നത്. അപ്പോൾ ഇത്തവണ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിന് നല്ല രസമുണ്ട്. പിള്ളേരെല്ലാവരും നല്ല ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ലൊരു വൈബായിരുന്നു ട്രെയിനിൽ നമുക്ക്. ഓക്കെ, അത് കറക്റ്റ് തമ്പുരുക്കുട്ടിയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൾക്ക് ബഹളം എന്നൊക്കെ പറയുന്നത് അതൊരു ഇഷ്യൂവേ അല്ല. അവൾക്ക് അതൊക്കെ നല്ല രസമാണ്. അവളും കൂടെ എൻജോയ് ചെയ്യും. പിന്നെ എത്ര ബഹളമായിരുന്നാലും നല്ല ഉറക്കമൊക്കെ ഉറങ്ങും കേട്ടോ. അങ്ങനത്തെ കുറച്ച് നല്ല ഗുണങ്ങളൊക്കെ എൻ്റെ കൊച്ചിനുണ്ട്. അങ്ങനെ ആൾ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട് എല്ലാവരെയും. പിന്നെ ക്ലാസ്സിലൊക്കെ ഇടയ്ക്ക് ഞാൻ ക്ലാസ്സിലൊക്കെ ഇരുത്തും അവളെ ഇങ്ങനെ ഡാൻസൊക്കെ കണ്ട്. അപ്പം അങ്ങനെ പിള്ളേരെയൊക്കെ കണ്ട് അവൾക്ക് നല്ല ഇതായി. അപ്പം ആളും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അവൾക്ക്. ഒരു ഫസ്റ്റ് ടൈം ട്രെയിൻ യാത്രയുടെ ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ആളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതെ, ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ആള് ശാന്തമായി കിടന്ന് ഉറങ്ങുന്നത് കണ്ടു ഗൈസ് നിങ്ങൾ. പിന്നെ ഈ പിള്ളേരെല്ലാവരും എപ്പോഴും മണ്ടയ്ക്ക് മുകളിൽ തന്നെയായിരുന്നു കേട്ടോ, താഴെ അങ്ങനെ ഉറങ്ങാറില്ല. സോ ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെയായി, ഞങ്ങൾ മംഗലാപുരം എത്താറായി. അപ്പോൾ എല്ലാവരും രാവിലെ എണീറ്റ് ഇരിക്കുന്ന കോലങ്ങളാണിതെല്ലാം. യെസ്, തമ്പുരുക്കുട്ടി എണീറ്റു. അവളും രാവിലെ നേരത്തെ എണീറ്റായിരുന്നു.
അങ്ങനെ നമ്മൾ മംഗലാപുരം സ്റ്റേഷനിൽ ഇറങ്ങി, നമ്മൾ ബസ്സും വന്നു. ബസ്സിൽ അത്യാവശ്യം കുറേ സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിലോട്ടൊക്കെ, അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശാലമായിട്ടിരിക്കാൻ പറ്റും. ഈ ഇരിപ്പൊന്നും നോക്കണ്ട, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാട്ടൊക്കെ ഇട്ട് ഒരുപാട് ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ കൂടെ വരുന്ന എല്ലാവരും ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. സ്റ്റുഡൻസും അവരുടെ പാരൻസും നമ്മളെ ലേഡീസ് ബാച്ചിലുള്ളവരും എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ മൂകാംബിക ട്രിപ്പ് ഭയങ്കര അടിച്ചു പൊളിയായിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. 3 days ആയിരുന്നു. 3 days ഒക്കെ പെട്ടെന്ന് പോയതേ അറിഞ്ഞില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. ഇതുവരെ വളരെ 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 മികച്ചതായിരുന്നു. ഇനി അങ്ങോട്ടും ഇതിലും മികച്ചതായിരിക്കും. നമ്മുടെ പ്രോഗ്രാം അതിലും മികച്ചതായിരിക്കും. ഓൾ ക്രെഡിറ്റ്സ് ടു തിരിച്ചു കാണിച്ചു ടീച്ചർ. പാവം ആയിരിക്കുമ്പോ ലേഡി ഉള്ളോട്ട് ആ ട്രോഫിയിലെങ്കിലും നോക്കാൻ ആളുണ്ട്. ഇങ്ങനെ കയ്യെ വീശി നടന്നോ? സന്ദർഭങ്ങൾ മാത്രം കയ്യെ വീശി നടക്കുന്നതാണ്. നമുക്കൊരു അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം കയറുന്ന ഒരു കടയാണ് കേട്ടോ. എൻ്റെ ലാസ്റ്റ് വീഡിയോയിലും നോക്കിയാൽ കാണാം, സെയിം കടയിലാണ്. നമ്മളെപ്പോഴും വരുമ്പോഴും ഇവിടെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുന്നത്. ഞങ്ങൾ റൂമിലെത്തി. നമ്മൾ ലാസ്റ്റ് ഇയർ സ്റ്റേ ചെയ്ത ആശ്രമത്തിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ ഈ വർഷവും. ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോസിൽ റൂമിൻ്റെ കാര്യങ്ങൾ അതൊക്കെ കാണിച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയാൽ മതി. സോ അപ്പോൾ ഇന്ന് നമ്മൾ റൂമിലെത്തി, ഒന്നും ജസ്റ്റ് ഫ്രഷായി ഫുഡ് കഴിക്കാനോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കൊന്ന് ഒരു 2:15 ആയിട്ടുണ്ട്. ഞങ്ങൾ ഒന്ന് കുളിച്ച് ഫ്രഷായി, എന്ന് വെച്ചാൽ ബസ്സിലൊക്കെ ഭയങ്കര തിമിർത്ത് ആട്ടമായിരുന്നല്ലോ. അപ്പം ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. തമ്പുരുക്കുട്ടീനെയും കുളിപ്പിച്ച് സുന്ദരിയാക്കി ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് കോവിലോട്ട് കയറാം. കുറച്ച് പേരൊക്കെ കുടജാദ്രി പോകുന്നുണ്ട്. കുറച്ച് പേര് കോവിലിൽ കയറി തോന്നുന്നു ഉച്ചയ്ക്ക്.
സോ 1:30 എന്തോ നട അടയ്ക്കും. അപ്പം അതിന് മുന്നേ വന്നവർ ചിലവരൊക്കെ ഓടി പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ പിന്നെയും എങ്ങനെയെങ്കിലും, ബട്ട് ഒരുപാട് ടയേർഡായി. പിന്നെ ഇവളെയും പെട്ടെന്ന് റെഡിയാക്കണ്ടേ, ഞങ്ങളൊരു 12:30 ആയി എത്തിയപ്പോഴത്തേക്കും. സോ അവിടെ നമുക്ക് ഉച്ചയ്ക്ക് കയറാൻ പറ്റിയില്ല. സോ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ട് വരാം, ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ കോവിലിനകത്ത് കയറിയിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് എക്സാക്ട്ലി നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് നല്ല മഴയായിരുന്നു അവിടെ, നല്ല മഴയും. പിന്നെ തമ്പുരുനെയും കൂടെ അതുപോലെ നന്നായിട്ട് നോക്കണമല്ലോ, ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ല ക്ലിപ്സ് അധികം എടുക്കാൻ പറ്റിയില്ല പുറത്ത്. എന്നാലും ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് അകത്തുള്ള സംഭവങ്ങളും, മീൻസ് കുറച്ച് വീഡിയോസൊക്കെ. ഓക്കെ, അവിടെ ഇപ്പം നമ്മൾ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ പെയ്യും, ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കും, വീണ്ടും നല്ല മഴ പെയ്യും, അങ്ങനെയായിരുന്നു കേട്ടോ ക്ലൈമറ്റ്. സോ പക്ഷെ ഭയങ്കര തിരക്കെന്ന് പറയാനായിട്ടില്ല. ഒരുപാട് നേരം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് തൊഴുതു പോകുന്നുണ്ടായിരുന്നു. അതുപോലെ നല്ല ദർശനം കിട്ടി, നന്നായിട്ട് തൊഴാൻ പറ്റി, അമ്മയെ കാണാൻ പറ്റി. അതിലുപരി നമ്മളെ തമ്പുരുക്കുട്ടീനെ കാണാൻ പറ്റി, തമ്പുരുക്കുട്ടിക്ക് ദേവീനെ കാണാൻ പറ്റി. ലാസ്റ്റ് ഇയർ ഞാൻ 3 months ആയിരുന്നപ്പോഴായിരുന്നല്ലോ വന്നത്. അപ്പം ഇത്തവണ ഈ വർഷം അവളും കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിരുന്നു. ഇത് നമ്മൾ സൗപർണികയിൽ പോയപ്പോഴും കണ്ട കുറച്ച് കൂട്ടുകാരന്മാരാണ് കേട്ടോ. അവിടെ സൗപർണികയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, നല്ല മഴയുണ്ട്, വെള്ളമൊക്കെ നിറഞ്ഞ് കഴിഞ്ഞ് ഒഴുകുകയായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ പോയില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ആക്ച്വലി. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഒക്കെ പോയിട്ടാണ് അതാണിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞത് നല്ല മഴയായതുകൊണ്ട് നമുക്ക് അവളെ വെച്ചുകൊണ്ട് ഒരുപാട് നേരം വെളിയിൽ നിൽക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് കോവിലിൽ തൊഴുതു പെട്ടെന്ന് ഓടി വന്നു റൂമിലോട്ട്, അങ്ങനെയായിരുന്നു കേട്ടോ. അടുത്തതാണ് നമ്മളെ പ്രോഗ്രാം ഡേ ആണ്. പ്രോഗ്രാം ഡേക്ക് എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരിടത്ത് പ്രാക്ടീസും അങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ ഒരു തിരക്കായിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ ഗൈസ്, എല്ലാം മറ്റേ ബ്ലോഗ് എടുത്ത് യൂട്യൂബ് നോക്കുന്നതാണ്. എല്ലാവരും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. അഞ്ജലി ചേച്ചി ഒന്ന് അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സരസ്വതി മണ്ഡപത്തിൽ ഒന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അടവ് മാത്രമേ ചെയ്തോളൂ. അപ്പോൾ എല്ലാ വർഷം പോകുമ്പോഴും അവിടെ ജസ്റ്റ് 2 സ്റ്റെപ്പിങ്ങിലും വയ്ക്കും. അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറച്ച് ബാച്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പെർഫോം ചെയ്തതൊക്കെ നമ്മുടെ സ്പേസ് കുറവായുണ്ട്. പക്ഷേ നല്ല ഒരു ബ്ലെസ്സിങ് ആണ് നമ്മൾ സരസ്വതി മണ്ഡപത്തിൽ നമ്മൾ ഡാൻസ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ കോവിലിൽ നിന്ന് തൊഴുതിറങ്ങി അടുത്ത അന്നദാനം കഴിക്കാനായിട്ട് പോവാണ്. സോ നമുക്ക് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അവർ ഒരു പ്രയോറിറ്റി തന്ന് കയറ്റി വിട്ട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല അധികം. അപ്പോൾ അകത്തധികം തിരക്കൊന്നുമില്ല, പെട്ടെന്ന് പോകുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ അന്നദാനം കഴിക്കുന്നു. തമ്പുരുകുട്ടിയുടെ ഫസ്റ്റ് അന്നദാനമാണ്. അവളും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ദേവിയുടെ അന്നദാനം കഴിച്ചു. ഇവിടുത്തെ അന്നദാനം എന്ന് വെച്ചാൽ നല്ല സ്പെഷ്യലാണ് കേട്ടോ. അടുത്ത് നമ്മുടെ മീനുകുട്ടിക്ക് കോമ്പറ്റീഷന് ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പണ്ട് കൊച്ചിലെ തൊട്ടേ എന്നെ സാറ് ഇവിടെ മൂകാംബിക വരുമ്പം സാറ് ദേവിയുടെ നടയിൽ വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ ഐറ്റം തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടീനെ എനിക്ക് അതേപോലെ ദേവിയുടെ നടയിൽ കോമ്പറ്റീഷൻ ഐറ്റം തുടങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതാണിപ്പോൾ കാണുന്നത്. ഞങ്ങൾ മൂകാംബികയിൽ നിന്നൊക്കെ തിരിച്ചു വീട്ടിലോട്ട് പോകാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ 1-2 കോവിലൊക്കെ കയറി. അതുപോലെ ഉടുപ്പി ശ്രീകൃഷ്ണ കോവിലാണിത്. അവിടെയും നമ്മൾ ശ്രീകൃഷ്ണനെ കണ്ട് തൊഴും. അപ്പോൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് 1-2 അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് വരുന്നത്. അങ്ങനെ ഈ ഉടുപ്പി കോവിലിൻ്റെ പ്രത്യേകത നല്ല കടകളുണ്ട് കേട്ടോ. നല്ല നല്ല സാധനങ്ങളും ഒക്കെ എപ്പോഴും ഈ ഡിഫറെൻറ്റ് കീ ചെയിൻസൊക്കെ ആയിരിക്കും ഞാൻ മിക്കവാറും വാങ്ങാറുള്ളത്. നല്ല രസമാണ് കടയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരാളെൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക, അങ്ങോട്ട് പോകാനൊക്കെ. ഓക്കെ, ഞങ്ങൾ റിട്ടേൺ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്. തിരിച്ച് നമുക്ക് 3rd AC ആയിരുന്നു. നല്ല രസമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം 3rd AC യാത്ര ചെയ്യുന്ന കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര അലമ്പായിരുന്നു സത്യം പറഞ്ഞ. പിള്ളേരെല്ലാവരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് നമ്മൾ അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. പക്ഷെ പെട്ടെന്ന് ദിവസങ്ങൾ പോയി. ഒരു 3 days എന്നുള്ളത് പെട്ടെന്ന് പോയി. തമ്പുരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് പോയി വരാൻ പറ്റി. എല്ലാം എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സോടുകൂടി നമുക്ക് നല്ല പ്രോഗ്രാമും ചെയ്ത് നല്ല ഒരു മൈൻഡിൽ നമുക്ക് നല്ലൊരു മനസ്സിലൂടെ നമ്മൾ തിരിച്ചു വരികയാണ്. ഇതൊക്കെ നല്ലൊരു മെമ്മറബിൾ ഡേയ്സാണ് നമ്മുടെ ലൈഫിലുള്ള. അങ്ങനെ
നമ്മുടെ ഈ വർഷത്തെ മൂകാംബിക യാത്ര ഇവിടെ കഴിയുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.